ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ BB ഹൗസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കാരണം എന്ന് വെച്ചാൽ ഇന്ന് മോർണിംഗ് മുതൽ നമ്മൾ BB ഹൗസിൽ ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തിനൊക്കെയോ വേണ്ടിയിട്ട് നമ്മൾ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയത്തില്ലേ, അതുപോലെ കുറച്ച് വ്യക്തികൾ, അതായത് ഇന്ന് സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആൾക്കാർ എന്തൊക്കെയോ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ വളഞ്ഞ് മൂക്ക് പിടിക്കുക എന്ന് പറയത്തില്ലേ, ആ ലെവലാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കതിനോട് യോജിക്കാൻ ചോദിച്ചാൽ അതിൽ ബിഗ് ബോസ് 7 നമ്മൾ കാണാനിരുന്നതും പിന്നെ അതിൻ്റെ പ്രമോ വന്ന സമയത്ത് നമ്മൾ വിചാരിച്ച ഇതിൽ മത്സരിക്കാൻ വരുന്ന പല വ്യക്തികളും നമുക്ക് ഒരു ബോറടിപ്പിക്കാത്ത രീതിയിൽ നല്ല കണ്ടന്റ് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ബിഗ് ബോസ് തുടങ്ങിയ ആ സമയം മുതൽ ഈ ഒരു നിമിഷം വരെ ഞാൻ പറയാം, ഇത് ശരിക്കും ഒരു ബോറിംഗ് പ്രോഗ്രാമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു വ്യക്തികൾ പുറത്തെന്തായിരുന്നോ അവരുടെ ഫേക്ക് നാടകം അവർ കളിച്ചുകൊണ്ടിരുന്നത്, അതേ സെയിം ഫേക്ക് നാടകം തന്നെയാണ് ഇന്ന് BB ഹൗസിനുള്ളിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് തന്നെ കണ്ണു അടച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തി പോലും അവിടെ റിയൽ ആയിട്ട് നിൽക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം അഭിനയിക്കുകയാണ് ഇവർ. എങ്ങനെയാണോ നമ്മുടെ പൊതുസമൂഹത്തിൽ നിലയിൽ നമ്മുടെ മുമ്പിൽ ഇവർ അഭിനയിച്ചുകൊണ്ടിരുന്നത്, അതേ മെത്തേഡിൽ തന്നെയാണ് ഇന്നും ഓരോ വ്യക്തികളും ബിഗ് ബോസ് ഹൗസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില വ്യക്തികൾ മലയാള ഭാഷ സംസാരിക്കുന്നതിനെക്കുറിച്ച് അങ്ങ് ഭയങ്കര പണ്ഡിതം സംസാരിക്കുന്ന വ്യക്തികളുമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് പെൺകുട്ടികൾ, വിവരമില്ലായ്മയിൽ നിന്നുണ്ടായ കുറച്ച് പെൺകുട്ടികളും ഈ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെന്ന് തന്നെ പറയാം. ചെറിയ പെൺകുട്ടികൾ. കാരണം ഇതിനൊന്നും ഒരു വിവരവും ഇല്ല. ഈ ഒരു ഹൗസിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് എന്താണെന്ന് പറയാനോ ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാം എന്താണെന്ന് അറിയാനോ ഒന്നുമുള്ള ഒരു പക്വതയും വിവരവും ഇല്ലാത്ത കുറച്ച് പെൺകുട്ടികൾ. അതെടുത്ത് പറയാതിരിക്കുക. ആ പെൺകുട്ടികളും ഇങ്ങനെ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് അങ്ങ് തിളക്കുകയാണ്. കാരണം അവർക്ക് ഈ നേരം വെളുക്കവ ഈ ബിഗ് ബോസ് കാണാനിരിക്കുന്ന പല ആൾക്കാരാണെന്നറിയാം. പക്ഷെ ആ ആൾക്കാരൊക്കെ മുമ്പിൽ ഒരു പ്രസൻസ് വേണമല്ലോ എന്ന് വിചാരിച്ച് കാര്യങ്ങൾ പോലും അറിയാതെ അതിൽ ചെന്ന് ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് വ്യക്തികളെയാണ് ഇന്ന് BB ഹൗസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവർക്കല്ല തലവേദന. അവരോരോരുത്തർ പറയുന്നുണ്ട് അതിനകത്തുള്ള ആൾക്കാർക്ക് ഇന്ന ആൾക്ക് തലവേദന. പക്ഷെ അവർക്കല്ല, അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്കാണ് തലവേദന എന്ന് തന്നെ പറയാം. ഇപ്പം ഇങ്ങനൊരു ബിഗ് ബോസ് 7 വേണ്ടായിരുന്നു, ഇല്ലെങ്കിൽ കാണണ്ടായിരുന്നു എന്നൊരു തോന്നൽ എന്നിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര മോശപ്പെട്ട രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനോ വേണ്ടിയിട്ട് ചുമ്മാതെ അങ്ങ് തിളപ്പാണ്, ഒരു കാര്യവുമില്ല. കാരണം പ്രത്യേകിച്ച് അവർക്കവിടെ ചെയ്യാനൊന്നുമില്ല. പിന്നെ അതുപോലെ എടുത്തു പറയാനുള്ള പല കാര്യങ്ങളും നമ്മുടെ ബിഗ് ബോസ് വിളിച്ച് മൈക്കിൽ കൂടെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ ടൈമില്ല. റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് അതിലോരോ വ്യക്തികളും ചുമ്മാ അതങ്ങ് അലപ്പാണ്, ഒരു കാര്യവുമില്ല. എന്തിനൊക്കെയോ വേണ്ടിയിട്ട് അങ്ങ് അലപ്പ്. കുറച്ച് മുതിർന്ന സ്ത്രീകളും അതിലുണ്ട്. പക്ഷെ അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ എന്തായിരുന്നോ പുറത്ത് ഫേക്ക് കളിച്ചിരുന്നത്, ആ സെയിം ഫേക്ക് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലും ചെന്നിരുന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ രേണു അവിടെ നടന്ന് എന്തൊക്കെയോ അല്ലറ ചില്ലറ നുള്ളി പറക്കി എടുത്തോടെ നടക്കുന്നുണ്ട്. അത് നമ്മൾ കണക്കൂട്ടിയേ വേണ്ട. ആ ഒരു വ്യക്തി നമ്മളവിടെ കണക്കൂട്ടുകയില്ല. പക്ഷേ വേറുള്ള മരുന്ന് സമൂഹത്തിൽ നല്ല രീതിയിലും നിലയിലും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന നാടകം പോലെ അവർ സീരിയൽ എന്തായിരുന്നു ആ സീരിയൽ തന്നെയാണ് ഇപ്പോഴും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല റിയലായിട്ട് ഒരു മനുഷ്യനെ നമുക്കവിടെ കാണാൻ പറ്റുമെന്ന് ഈ പ്രേക്ഷകരായ ഞാനും ചിന്തിക്കുന്നില്ല, നിങ്ങളും ചിന്തിക്കുകയും ചെയ്യരുത്. കാരണം അത് അങ്ങനെ തന്നെയാണ് അവിടെ ഇപ്പം. നിങ്ങൾക്കത് 24 ലൈവ് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ എത്രത്തോളം നമ്മളെ മനുഷ്യരെ വെറുപ്പിക്കുന്ന രീതിയിലാണ് ഇവരവിടെ ആ ഒരു പ്രോഗ്രാമിൽ ഇല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകുകയുള്ളൂ. കാരണം ഇതിനൊന്നും ഒരു അർഹതയും ഇല്ലാത്ത ആൾക്കാരാണ് ഇന്ന് ഈ പ്രാവശ്യം ബിഗ് ബോസ് 7 എന്ന് പറയുന്ന സീസണിൽ BB ഹൗസിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്ലാതെ പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനാണെങ്കിൽ അതിൽ പുറത്തുനിന്ന് നമ്മൾ ഈ ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് വന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അതൊരു ഇച്ചിരി മാന്യതയായിട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അല്ലാത്ത എല്ലാം വെറും എന്താ പറയുക, പിന്നെ നമ്മളെ പറയാൻ കൊള്ളത്തില്ല, വെറും വേസ്റ്റ് ആണുങ്ങളും പെണ്ണുങ്ങളും. സീരിയസ്ലി പറയാം, നമ്മൾ അവർ എത്രത്തോളം നമ്മൾ ഫേക്കായിട്ട് നമ്മൾ കണ്ടു, അതേ ഫേക്കിൽ തന്നെയാണ് ഇന്നും അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. റിയലായിട്ട് ഒന്നുമില്ല.
അതുകൊണ്ട് മോഹൻലാൽ സാറിനും ബിഗ് ബോസ് ഹൗസിനും വലിയൊരു തെറ്റിപ്പാണ്. കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് 6 എന്തായിരുന്നോ അതിൻ്റെ അപ്പുറത്തെയാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് 7. അത് പറയാതെ ഇരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രോഗ്രാം ഒരു ഇൻ്റർനാഷണൽ പ്രോഗ്രാം തന്നെയാണ്. നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എല്ലാ വ്യക്തികളും കാണും. പക്ഷേ നമ്മൾ പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന രീതിയിലാണ് ഇതിനകത്തുള്ള ഈ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സംഘടകർ ഇതിന് വേണ്ടിയിട്ട് ഒരു മാറ്റം കൊണ്ടുവരികയും ഈ ബിഗ് ബോസ് ഇനി തുടർന്നുള്ള രീതി റേറ്റിങ്ങിൽ പോകണമെങ്കിൽ പോലും നിങ്ങൾ ഇവരെ ഒന്ന് ഈ ബിഗ് ബോസ് ഹൗസ് എന്താണെന്നും ഇതിൽ ഇവരെന്താ ചെയ്യാൻ വന്നിരിക്കുന്നതെന്നൊന്നും ഒന്ന് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുക. അല്ല തമാശ കാണാനും തമാശ കളിക്കാനും കുറച്ച് ഭക്ഷണം കഴിച്ച് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അതായത് ഞങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഇത് സംപ്രേഷണം ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം ഇവർക്കല്ല തലവേദന കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ആലോചിക്കും പെട്ടെന്ന് എന്താ ഇപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടായത്. പക്ഷെ അതൊരു കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും അല്ല, ചുമ്മാതങ്ങ് അങ്ങ് അഭിനയിക്കുക. അഭിനയം എന്ന് വെച്ചാൽ അങ്ങ് അഭിനയമാണ്. അവരുടെ വിചാരം ഇത് സീരിയലോ സിനിമയോ ആണെന്നാണ് അവരുടെ വിചാരം. അവരൊരു വലിയൊരു ഷോയ്ക്കാണ് പങ്കെടുക്കുന്നതെന്നല്ല, പ്രേക്ഷകരുടെ മുമ്പിൽ നല്ല അഭിപ്രായം മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ശ്രമിച്ചു വാരുക. പക്ഷേ വിചാരിക്കേണ്ട, ഈ കാണിക്കുന്ന മൊത്തം പൊട്ടത്തരങ്ങളാണ്. നിങ്ങൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ. വളരെ മോശപ്പെട്ട രീതിയിലാണ് ബിഗ് ബോസ് 7 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയാണ് കേസ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെല്ലാവരും ഈ ഒരു ഷോ ഇപ്പോൾ ഫസ്റ്റിലെ നമ്മളിങ്ങനെ വെറുത്തു തുടങ്ങി. പണ്ടൊക്കെ ആദ്യത്തെ ഷോ നമ്മൾ കുറച്ചുകൂടെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇവർക്കൊന്നും ചെയ്യാനില്ലെന്നത്. ഇത് ഫസ്റ്റ് ഡേ മുതൽ വെറുപ്പിക്കലാണ് ഈ ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയാം. എന്നിട്ട് ഇപ്പോൾ അടുത്തൊരു കണ്ടന്റായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.